വല്ലതും നടക്കുമോ എന്ന് ഏത് വിഷയം കണ്ടാലും നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. പദ്ധതികൾ പലത് പ്രഖ്യാപിക്കുമ്പോഴും ശരാശരി മലയാളി ചോദിച്ചിരുന്ന ചോദ്യമാണിത്. പക്ഷേ ഇപ്പോൾ കാലം മാറി. പദ്ധതികളൊന്നും കടലാസിൽ ഒതുങ്ങുന്നതല്ല. ഒട്ടേറെ പദ്ധതികൾ നിർമ്മാണം പൂർത്തിയായി പൊതുസമൂഹത്തിന് തുറന്നു കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനൊക്കെ പിന്നിൽ എണ്ണയിട്ട യന്ത്രം കണക്കെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, കിഫ്ബി. എത്രയൊക്കെ ആയാലും മലയാളികൾക്ക് ആ സംശയം തീരുന്നുണ്ടാവില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യും. എവിടെ നിന്നാണ് കിഫ്ബിക്ക് ഇത്രയ്ക്ക് പണം ഈ പദ്ധതിയൊക്കെ നടപ്പാക്കാൻ? സംസ്ഥാന സർക്കാരിന് കിട്ടാത്ത വായ്പ കിഫ്ബിക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ കാണുന്ന റോഡും പാലവും സ്കൂളും ആശുപത്രിയും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ പണിത് കൂട്ടുന്നത്? മറ്റൊരു സംസ്ഥാനത്തിനും കഴിയാത്ത ഈ വഴിയെ കേരളം നടക്കുമ്പോൾ ഇത് നേർവഴി തന്നെയാണോ? ഈ സംശയങ്ങൾക്കൊക്കെയുള്ള ഉത്തരം നമുക്കറിയണ്ടേ? ആദ്യമേ ഒരു കാര്യം അറിയണം, എന്തുകൊണ്ട് കിഫ്ബി വേണ്ടി വന്നു? സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് ചെയ്താൽ പോരെ? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അനിയന്ത്രിതമായ കടമെടുപ്പല്ല, മറിച്ച് വരുമാനവും തിരിച്ചടവ് ബാധ്യതകളും ദീർഘകാല അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്ത് ഒരിക്കലും കടക്കെണിയിൽപ്പെടാതെ മുന്നോട്ടു പോകാൻ കഴിയുന്ന നിയന്ത്രിത കടമെടുപ്പ് മാതൃകയാണ് കിഫ്ബിയുടേത്. ഇപ്പോൾ കിഫ്ബിയുടെ നേട്ടങ്ങൾ മനസ്സിലാകണമെങ്കിൽ നേരത്തെ കിഫ്ബിയെ ഉപയോഗിക്കാൻ അക്കാലത്തെ സർക്കാരുകൾ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കണം. അന്ന് കിഫ്ബി സ്വരൂപിച്ച ഫണ്ടുകൾ ട്രഷറിയിൽ സൂക്ഷിക്കാറായിരുന്നു പതിവ്. സർക്കാരിന് ദൈനംദിന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു. കിഫ്ബി വെറും നോക്കുകുത്തിയായി. പിന്നീട് 2016 കിഫ്ബി ഭേദഗതി ആക്ട് വഴി സ്ഥാപനത്തെ ശാക്തീകരിച്ചതിന് ശേഷമാണ് ഈ പ്രവണത അവസാനിക്കുകയും കിഫ്ബിക്ക് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. 1980 കേരളം മൊത്തം ബജറ്റിന്റെ 45.7% തുകയും ചെലവഴിച്ചിരുന്നത് സാമൂഹിക മേഖലയിലാണ്. അന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം ശരാശരി 29.8% മാത്രമായിരുന്നു. സാമൂഹിക മേഖലയിൽ എന്ന് പറഞ്ഞാൽ ആശുപത്രികൾക്കും സ്കൂളുകൾക്കുമൊക്കെയായി നമ്മൾ ചെലവഴിച്ചിരുന്ന ആ തുകയാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകളിൽ നമ്മൾ എത്തിയത് അങ്ങനെ ചെലവഴിച്ച ആ പണം കൊണ്ടാണ്. എല്ലാത്തിനും ഒരു കാരണമുണ്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എങ്കിൽ പിന്നീട് എന്ത് സംഭവിച്ചു? മറ്റൊരു ശതമാന കണക്ക് കൂടി നോക്കാം. 1.35%, അതായത് GSDPയുടെ 1.35% മാത്രം മൂലധന ചെലവ് വഹിക്കേണ്ട സംസ്ഥാനമായി കേരളം മാറി. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1.35% മാത്രമാണ് അസറ്റ് ഉണ്ടാക്കാൻ അഥവാ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ചെലവഴിക്കാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ തുക കുറഞ്ഞാൽ നമ്മൾ ചെന്ന് വീഴുക പഴയ ആ ഇരുണ്ട യുഗത്തിലാകും. നമ്മുടെ തലമുറകൾക്ക് പഠനം നടത്താൻ കഴിയാതെ വരും, ആശുപത്രികൾ തകരും. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ കണ്ടെത്തിയ ബദലാണ് കിഫ്ബി. ഒരു യഥാർത്ഥ കേരള മോഡലും കേരള സ്റ്റോറിയും എന്ന് പറയാവുന്ന സംഗതി. 3% എന്ന ഈ കണക്ക് നോക്കുക. ഇത് GSDPയുടെ 3% മാത്രമേ നമുക്ക് കമ്മി ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിബന്ധനയാണ്. അങ്ങനെ കമ്മി പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മുടെ എല്ലാ പദ്ധതി ചെലവുകളും ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ മറ്റൊരു സങ്കീർണത കൂടി വന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ സംസ്ഥാന വിഹിതം നേരത്തെ 25% മാത്രമായിരുന്നു. ഇപ്പോൾ 40%ആക്കി. എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ പദ്ധതിക്ക് സംസ്ഥാനം 40 രൂപ കണ്ടെത്തണമെന്നർത്ഥം. ഇതിനൊക്കെ പണം ഉണ്ടാകണം. കമ്മി പിടിച്ചു നിർത്താനും കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാനുമെല്ലാം സംസ്ഥാനം പണം കണ്ടെത്തണം. ഇതുകൂടാതെ നമ്മുടെ സ്വന്തം പദ്ധതികളും നടത്തിക്കൊണ്ടുപോകണം. അങ്ങനെ പണം വന്ന വഴിയാണ് കിഫ്ബി. അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാരിന് കിട്ടാത്ത പണം എങ്ങനെ കിഫ്ബിക്ക് കിട്ടുന്നു? കിഫ്ബി എന്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ ബാധ്യതയല്ലെന്ന് കേരളം പറയുന്നു? കിഫ്ബി തുടങ്ങാൻ സംസ്ഥാന സർക്കാർ ഇറക്കിയ വിത്താണ് 2498 കോടി രൂപ. സീഡ് ഫണ്ട് എന്ന് പറയും. കിഫ്ബിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള തുക. ഇതിനപ്പുറം സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ പണം മുടക്കിയിട്ടില്ല. പക്ഷേ സംസ്ഥാനം ഗ്യാരണ്ടി നൽകുന്നുണ്ട്. കിഫ്ബിയുടെ പണം കിഫ്ബി തിരിച്ചടച്ചില്ലെങ്കിൽ സംസ്ഥാനം അടയ്ക്കേണ്ടി വരുമെന്നതാണ് ആ ബാധ്യത. അങ്ങനെയെങ്കിൽ കിഫ്ബിയുടെ പണം എവിടെ നിന്ന് വരുന്നു? 2030-31 ആകുമ്പോഴേക്കും 98,355 കോടി രൂപയുടെ വരുമാനം കിഫ്ബിക്ക് ലഭിക്കുമെന്നാണ് സർക്കാർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അറിയിച്ചത്. ആ വർഷം വരെ തിരിച്ചടക്കേണ്ടി വരുന്നത് 89,783 കോടി രൂപ മാത്രം.
ഇത് വലിയ തുകയാണ്. എങ്ങനെ വരും, എങ്ങനെ പോകും എന്നോർത്ത് നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന തുക. അത് വരുന്ന വഴി കിഫ്ബി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. മോട്ടോർ വാഹന നികുതിയായി മുൻ സാമ്പത്തിക വർഷത്തിൽ ലഭിച്ച തുകയുടെ 10% കിഫ്ബിക്കായി നീക്കിവെച്ചത്. ഓരോ വർഷവും 10% വീതം കൂട്ടി. അങ്ങനെ 2020 ആയപ്പോഴേക്കും 50% നീക്കിവെക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ഇന്ധന സെസ്സുമുണ്ട്. ഇത് രണ്ടും ചേർന്ന തുകയാണ് കിഫ്ബിക്ക് നൽകുന്നത്. പലിശയും മുതലും തിരിച്ചടയ്ക്കാൻ ഈ തുകയാണ് കിഫ്ബി ഉപയോഗിക്കുന്നത്. അപ്പോൾ പണം വരുന്നത് എവിടെ നിന്നാണ്? മസാല ബോണ്ട് കേരളത്തിൽ ഏറെ വിവാദമായ ഒരു പദമാണത്. 2150 കോടി രൂപ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് സമാഹരിച്ചതാണത്. ഇന്ത്യയിൽ ഇങ്ങനെ പണം കിട്ടുന്ന ആദ്യ ഏജൻസിയായിരുന്നു കിഫ്ബി. ആ പണമൊക്കെ തിരിച്ചടച്ചു കഴിഞ്ഞു. ഇതുകൊണ്ട് മാത്രം പദ്ധതികൾ നടപ്പാകും. $1,10,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ കിഫ്ബി വഴി നടപ്പാക്കുന്നത്. രാജ്യത്ത് മറ്റൊരിടത്തും നടക്കാത്ത സംഭവമാണിത്. ഇത്രയും തുക എവിടെ നിന്ന് കിട്ടുന്നു? ഇത് മുഴുവൻ വായ്പയാണ്. ഏറെയും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നാണ്. ദീർഘകാല വായ്പകളും ഹ്രസ്വകാല വായ്പകളും ഇതിലുണ്ട്. കിഫ്ബി എന്ന സംവിധാനത്തിന്റെ ധനകാര്യ മാർഗത്തിൽ വിശ്വാസം അർപ്പിച്ച് ബാങ്കുകൾ നൽകുന്ന തുകയാണിത്. അവ തിരിച്ചടയ്ക്കുന്നത് നമ്മുടെ മോട്ടോർ വാഹന നികുതിയുടെ 50%, പെട്രോളിയം സെസ്സും ഉപയോഗിച്ചാണ്. ഇതുകൂടാതെ 2000 കോടിയിലധികം രൂപ പ്രവാസി ചിട്ടി വഴിയും 330 കോടിയിലധികം രൂപ നോർക്ക സ്കീമിലൂടെയും സമാഹരിച്ചു. പ്രവാസി ഡിവിഡൻഡ് സ്കീം വഴി 162 കോടിയും സമാഹരിച്ചു. 1654 പ്രവാസി നിക്ഷേപകരാണ് ഈ തുക വാങ്ങിയത്. അന്നുണ്ടായ വിവാദങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സമാഹരിക്കുന്ന തുക 30,000 കോടിയാകുമെന്നായിരുന്നു കണക്ക്. ബാങ്ക് വായ്പകൾ 8.95% പലിശയ്ക്കാണ് ആദ്യകാലത്തെടുത്തത്. മസാല ബോണ്ടുകൾ വാങ്ങിയത് 9.72% പലിശയ്ക്ക്. ഈ പലിശ നിരക്ക് തന്നെയാണ് ഇവയിലേക്ക് പണം നിർബാധം നമുക്ക് ലഭിക്കാൻ ഇടയാക്കിയത്. നമുക്ക് റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും വേണം. അടുത്ത നിലയിലേക്ക് വളരാൻ സയൻസ് പാർക്കുകളും വേണം. അതിനെല്ലാം പണം മുടക്കുന്നത് കിഫ്ബിയിൽ നിന്നാണ്. കേരളം സാമൂഹിക സൂചികളിൽ ഉയർന്ന നിലയിൽ ഇനിയും തുടരണം. കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണം. അതിനൊരു കാരണം വേണം. ആ കാരണമാണ് കിഫ്ബി.